ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഫാർമക്കോളജിയിലെ ടോപ്പിക്സും കാര്യങ്ങളുമാണ്. സോ നമ്മുടെ കേരള PSCക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലെ ഗവൺമെൻറ് ഫാർമസിസ്റ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ANSുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വരുന്ന ഗുരുവായൂർ ദിവസം എക്സാം അല്ലെങ്കിൽ എയിംസിൻ്റെയോ RRBയുടെയോ ഒക്കെ എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നതിലൂടെ നല്ലൊരു ഐഡിയാസ് കിട്ടാനും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നതെന്നൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതിന് മുന്നേ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക കേട്ടോ. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജോബ് അലേർട്സിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നമ്മൾക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ് ഈസ്. സോ അതാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ ഏതാണ് ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ്ങിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്? അട്രോപ്പിൻ, പ്രാലിഡോക്സിൻ, ഫൈസോസ്റ്റിഗ്മിൻ ആൻഡ് നിയോസ്റ്റിഗ്മിൻ. സോ ഇതൊരു ആൻസർ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അട്രോപ്പിൻ ആണ് നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ്. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് അട്രോപ്പിൻ. ഈ പറയുന്ന പ്രാലിഡോക്സിമും നമുക്ക് വേണമെങ്കിൽ ഡ്രഗായിട്ട് ഉപയോഗിക്കാം അല്ലെ, ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിൽ ഉപയോഗിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച്. എന്നാൽ പോലും നമുക്കത് ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റത്തെ ഒരു അല്ലേ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിൽ വരുന്നത് അട്രോപ്പിൻ ആയിരിക്കും. സെക്കൻഡ് ഓപ്ഷനാണ് പ്രാലിഡോക്സിമായിട്ട് നമുക്ക് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ തന്നെ ഇതിനൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡയറക്റ്റ് ആക്ടിങ് ആൻറ്റികൊളിനർജിക് അഗോണിസ്റ്റ്? ഓക്കെ, ഡയറക്റ്റ് ആക്ടിങ് കൊളിനർജിക് അഗോണിസ്റ്റ് ഏതാണ് വന്നിരിക്കുന്നത്? നിയോസ്റ്റിഗ്മിൻ, പൈലോകാർപ്പിൻ, എഡ്രോഫോണിയം, ഫൈസോസ്റ്റിഗ്മിൻ അല്ലേ. ഡയറക്റ്റ് ആക്ടിങ് മെഡിസിൻ ഏതാണ്? ദാറ്റ് ഈസ് പൈലോകാർപ്പിൻ അല്ലേ. പൈലോകാർപ്പിൻ വരിക. ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇത് ക്ലാസിഫിക്കേഷൻ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. ക്ലാസിഫിക്കേഷൻ നമുക്ക് ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ക്ലാസിഫിക്കേഷൻ തന്നെ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എഡ്രോഫോണിയം ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് RRB ഫാർമസിസ്റ്റിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മൈസ്തീനിയ ഗ്രാവിസ്, ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ്, ഗ്ലൂക്കോമ ആൻഡ് പാർക്കിൻസോൺസ്. സോ എഡ്രോഫോണിയം നമുക്കറിയാം ഇറ്റ് ഈസ് ഗിവൺ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയഗ്നോസിസ് ഓഫ് മൈസ്തീനിയ ഗ്രാവിസ്. ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്രോഫോണിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്? നിയോസ്റ്റിഗ്മിൻ യൂസ് ചെയ്യുന്നുണ്ട്, പിരിഡോസ്റ്റിഗ്മിൻ യൂസ് ചെയ്യുന്നുണ്ട്, ആംബിനോണിയം യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഡ്രഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സർ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഡയഗ്നോസിസ് ആണോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യുക. ഓക്കെ, സോ അത് ആ ടെസ്റ്റിൻ്റെ പേരെന്താണ്? എഡ്രോഫോണിയം ടെസ്റ്റ് എന്ന് പറയുന്നത് ടെൻസിലോൺ ടെസ്റ്റ് എന്ന് നമ്മളതിനെ പറയും. ടെൻസിലോൺ ടെസ്റ്റ് എന്നെങ്ങാനും ആണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട. അത് എഡ്രോഫോണിയം ടെസ്റ്റാണ് കേട്ടോ. റിവേഴ്സബിൾ ആൻറ്റികൊളിനെസ്റ്ററേസ് യൂസ്ഡ് ഇൻ ഗ്ലൂക്കോമ, ഫൈസോസ്റ്റിഗ്മിൻ, നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ ആൻഡ് റിവാസ്റ്റിഗ്മിൻ. സോ ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന എല്ലാം എന്താണ്? റിവേഴ്സബിൾ ആൻറ്റികൊളിനെസ്റ്ററേസ് ആണ് അല്ലേ. സോ അതിൽ ഗ്ലൂക്കോമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ ഫൈസോസ്റ്റിഗ്മിൻ ആണ് വരിക. ഫൈസോസ്റ്റിഗ്മിൻ രണ്ട് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലൂക്കോമയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അട്രോപ്പിൻ പോയ്സണിങ് അല്ലേ. അട്രോപ്പിൻ്റെ പോയ്സണിങ് വരുവാണെങ്കിൽ ആ ഒരു കേസ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഫൈസോസ്റ്റിഗ്മിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിയോസ്റ്റിഗ്മിൻ പറയുമ്പോൾ നമുക്കറിയാം ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫൈസോസ്റ്റിഗ്മിൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഫൈസോസ്റ്റിഗ്മിൻ ഒരു ടെർഷറി അമീനാണ് കേട്ടോ. സോ അതുകൊണ്ട് ടെർഷറി അമീൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് ഒരു സെൻട്രൽ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫൈസോസ്റ്റിഗ്മിന് പറ്റും. ഓക്കെ, സോ നിയോസ്റ്റിഗ്മിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ ഒക്കെ ടെർഷറി അമീൻ അല്ല, അതൊരു ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് അതിന് എന്ത് പറ്റില്ല? ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് പോകാനായിട്ട് ഈ നിയോസ്റ്റിഗ്മിന് പറ്റില്ല. ഓക്കെ, സോ അതിൻ്റെ ഏതൊക്കെ കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിയോസ്റ്റിഗ്മിൻ നമുക്കറിയാം ക്യുറേർ പോയ്സണിങ് അല്ലേ. ക്യുറേർ പോയ്സൺ നമ്മൾ ഇത്തിരി മുന്നത്തെ നമ്മൾ സ്ലൈഡ് പ്രസൻറ്റേഷൻ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്യുറേർ പോയ്സണിങ് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന നിയോസ്റ്റിഗ്മിൻ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മൈസ്തീനിയ ഗ്രാവിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കോബ്ര ബൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ നിയോസ്റ്റിഗ്മിന്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. പിന്നെ അത് ഇപ്പോൾ പിന്നെ എന്താണ്? റിവാസ്റ്റിഗ്മിൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. റിവാസ്റ്റിഗ്മിൻ, ഡൊണപെസിൽ, ടാക്രിൻ. അത് കറക്റ്റായിട്ട് ഓർക്കുക കേട്ടോ. റിവാസ്റ്റിഗ്മിൻ, ഡൊണപെസിൽ, ടാക്രിൻ, അതുപോലെ ഗലൻഡാമിൻ. ഓക്കെ, ഈ 4 ഡ്രഗ്സ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? അൽഷിമേഴ്സിൻ്റെ ഡിസീസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ അത് കറക്റ്റായിട്ട് പഠിക്കുക. പക്ഷേ ടാക്രിൻ എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് എന്താണ് ടാക്രിൻ യൂസ് ചെയ്യാത്ത? ഹെപ്പാറ്റോടോക്സിസിറ്റി ഉള്ളതുകൊണ്ട് ഇപ്പോൾ റെയർലിയാണ് നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് അൽഷിമേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്.
ഓക്കെ, സോ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഫൈസോസ്റ്റീമിൻ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഈ ഫൈസോസ്റ്റീമിൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിഡോട്ടാണ്. അട്രോപ്പിൻ പോയിസണിങ്ങിന് മാത്രമല്ല കേട്ടോ അത് കൊടുക്കുക. ശരിക്കും പറയുമ്പോൾ ഒരു ജനറലായിട്ട് പറയുമ്പോൾ ഫൈസോസ്റ്റിഗ്മിൻ നമ്മൾ കൊടുക്കുന്നത് അട്രോപ്പിൻ പോയിസണിങ് ആണെന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് ബെലഡോണ പോയിസണിങ്ങിൽ നമുക്ക് ഡ്രഗ് കൊടുക്കാൻ പറ്റും, ബെലഡോണയ്ക്ക് കൊടുക്കാൻ പറ്റും, അതിൽ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റ് പോയിസണിങ് കൊടുക്കാൻ പറ്റും, ആൻഡ് ഓൾസോ ഫീനോതയസിൻ പോയിസണിങ്. ഓക്കെ, ഇത്തരം പോയിസണിങ് നമുക്ക് ഈ ഡ്രഗ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതിന് മയോട്ടിക് ആക്ഷൻ ഉള്ളതുകൊണ്ട് അത് ഗ്ലൂക്കോമയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മയോട്ടിക് ആക്ഷനും ഉണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് എൻ്റെ ഫൈസോസ്റ്റിഗ്മിനെ കുറിച്ച് ജനറലായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് ദ ക്വാട്ടർണറി അമോണിയം ആൻറ്റികൊളിനർജിക്? ഇപ്രാട്രോപ്പിയം, അട്രോപ്പിൻ, ഹയോസിൻ, ട്രോപ്പിക്കാമൈഡ്. സോ തന്നിരിക്കുന്നതിൽ ക്വാട്ടർണറി അമോണിയം ആൻറ്റികൊളർജിക് ആയിട്ട് വരുന്നത് ഇപ്രാട്രോപ്പിയാണ് കേട്ടോ. സോ അത് ഓർത്ത് വയ്ക്കുക. ഇപ്രാട്രോപ്പിയം വരുന്നുണ്ട് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ്, ടെർഷ്യറി അമീൻസ് ഏതാ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു പോകാം. ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടാണ് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഒരു മിനിറ്റ്. ഓക്കെ, ഗ്ലൈക്കോപൈറോലേറ്റ്. ഓക്കെ, ഗ്ലൈക്കോപൈറോലേറ്റ് ഉണ്ടല്ലോ, ഗ്ലൈക്കോപൈറോലേറ്റ് അത് ഈ പറഞ്ഞ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടാണ്. അതുപോലെ തന്നെ ക്ലിഡിനിയം ഒരു ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടാണ്. പ്രൊപ്പാന്തലിൻ അത് ഓക്കെ, പ്രൊപ്പാന്തലിൻ, അതിൽ ഓക്സിഫെനോണിയം. ഓക്കെ, ഓക്സിഫെനോണിയം. ഇത്രയും ഡ്രഗ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ടാണ്. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ടെർഷ്യറി അമീൻസും ഈ ഒരു കാറ്റഗറി അതിലേക്ക് ആൻറ്റികൊളർജിക്ക് പഠിക്കാനുണ്ട്. ടെർഷ്യറി അമീനിൽ വരുന്ന ഒരു ഡ്രഗാണ് ഡൈസൈക്ലോമിൻ. ഓക്കെ, ഡൈസൈക്ലോമിൻ ഫുൾ എഴുതുന്നില്ല കേട്ടോ. വാലിത്താമേറ്റ് ഓർക്കുക. അതിൽ പിരൻസെപ്പിൻ. ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുമിച്ചൊക്കെ പറഞ്ഞെന്നുള്ളൂ, അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പറ്റുന്ന പോലെ പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ഡ്രഗ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് അട്രോപ്പിൻ പോയിസണിങ്. ഓക്കെ, സോ ഇതിൽ അട്രോപ്പിൻ ഏതാ ഉപയോഗിക്കുക? പ്രാലിഡോക്സിൻ, നിയോസ്റ്റിഗ്മിൻ, ഫൈസോസ്റ്റിഗ്മിൻ, അട്രോപ്പിൻ. സോ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു അട്രോപ്പിൻ പോയിസൺ ഉപയോഗിക്കുന്ന ഏതാണ്? ഡ്രഗ് ഓഫ് ചോയ്സ് ഫൈസോസ്റ്റിഗ്മിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പറയുന്നുണ്ട്, ഫൈസോസ്റ്റിഗ്മിനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ബെത്തൻകോൾ. ബെത്തൻകോൾ ഈസ് യൂസ്ഡ് ഇൻ യൂറിനറി റിട്ടൻഷൻ, മോഷൻ സിക്നസ്, ആസ്മ, അതുപോലെ തന്നെ ഡയറിയ. സോ ബെത്തൻകോൾ നമുക്ക് പറയാം കൊളൈൻ എസ്റ്റേഴ്സ് ആണല്ലേ, കൊളിനർജി ഡ്രഗാണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂറിനറി റിട്ടൻഷൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ കാർബക്കോൾ എന്ന ഡ്രഗ് ഉണ്ട്, അത് ഗ്ലൂക്കോമയ്ക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ തന്നെ ഇത്രയും ഇത് ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞാൽ വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നത് കേട്ടോ. സോ ബെത്തൻകോൾ ഓർത്തേക്ക് യൂറിനറി റിട്ടൻഷൻ ട്രീറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. കാർബക്കോൾ അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്. ഈ കാർബക്കോൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ് ഗ്ലൂക്കോമയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊളിൻ എസ്റ്റേഴ്സിലെ ഒരു ഡ്രഗാണ് മീതാകൊളിൻ അല്ലേ. മീതാകൊളിൻ എന്ന് പറയുന്ന ഡ്രഗ്. ഈ മീതാകൊളിൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? ബ്രോങ്കിയൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രോങ്കിയൽ ഹൈപ്പർ ആക്ടിവിറ്റി. നിങ്ങളിപ്പോൾ എയിംസ് പോലത്തെ അല്ലെങ്കിൽ RRB പോലത്തെ ഒരു എക്സാം ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തി പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which anticholinergic is used in COPD? അട്രോപ്പിൻ, ഇപ്രാട്രോപ്പിയം, ട്രോപ്പിക്കാമൈഡ്, ഹോമട്രോപ്പിൻ. COPD നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്രാട്രോപ്പിയമാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഷോർട്ട് ആക്ടിങ് ആൻറ്റികൊളിനെസ്ട്രേസ് ഏതാണ്? എഡ്രോഫോണിയം, നിയോസ്റ്റിഗ്മിൻ, ഫൈസോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ. ഇതിൽ ഏറ്റവും ഷോർട്ട് ആക്ടിങ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. എഡ്രോഫോണിയാണ് വരുന്നത്. അതിൻ്റെ ആക്ഷൻ എത്രയാണ്? 5 to 15 minutes ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? നമ്മൾ എഡ്രോഫോണിയം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മൈസ്തീനിയ ഗ്രാവിസിന് വേണ്ടിയിട്ട് കേട്ടോ, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻറ്റിഡോട്ട് ഫോർ മഷ്റൂം പോയ്സണിങ്. അമാനിറ്റ മസ്കാരിയുടെ മഷ്റൂം പോയ്സണിന് ഉപയോഗിക്കുന്ന ആൻറ്റിഡോട്ട് അട്രോപ്പിൻ, പൈലോകാർപ്പിൻ, നിയോസ്റ്റിഗ്മിൻ, പ്രാലിഡോക്സിൻ. സോ ഇതിൽ ഏതാണ് ആൻറ്റിഡോട്ട് ഫോർ മഷ്റൂം പോയ്സണിങ് ആയിട്ടുള്ള വരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ, അട്രോപ്പിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? കോൺട്രാ ഇൻഡിക്കേഷൻസ് ഫോർ അട്രോപ്പിൻ യൂസ്. RRB ഫാർമസിസ്റ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രാഡികാർഡിയ, ഗ്ലൂക്കോമ, ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ്, പ്രീ അനസ്തറ്റിക് മെഡിക്കേഷൻ. സോ ഇതിൽ നോക്കുമ്പോൾ അട്രോപ്പിൻ്റെ കോൺട്രാൻഡിക്കേഷൻ ഏതാണ് വരുന്നത്? ആൻസർ ഏതാണ് വരുന്നത്? ഗ്ലൂക്കോമയാണ് അല്ലേ. സോ ബ്രാഡികാർഡിയ ഒരു കോൺട്രാൻഡിക്കേഷൻ ആണോ അട്രോപ്പിൻ്റെ? അല്ല. ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ് ആണോ? അല്ല. നമ്മൾ ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ് നമ്മൾ അട്രോപ്പിൻ കൊടുക്കുമല്ലേ. പ്രീ അനസ്തറ്റിക് മെഡിക്കേഷനായിട്ട് നമ്മൾ അട്രോപ്പിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, പക്ഷേ ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ളൊരു കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ഓപ്ഷനിൽ ഏറ്റവും വലിയൊരു കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോമ തന്നെയാണ്. ഗ്ലൂക്കോമ എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ അട്രോപ്പിൻ നമ്മുടെ ഇൻട്രാ പ്രഷർ കൂട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കൂട്ടിയിട്ട് ഗ്ലൂക്കോമ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നൊരു ഡ്രഗാണ് അട്രോപ്പിൻ. അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലൂക്കോമ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. സോ ആ ഡ്രഗ് നമുക്ക് ഗ്ലൂക്കോമയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സൈക്ലോപീജിക് ആയിട്ടുള്ള ഡ്രഗാണ്, ഫോട്ടോഫോബിയ ഉണ്ടാക്കുന്ന ഡ്രഗാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഡ്രഗാണ്. ഓക്കെ, സോ ഗ്ലൂക്കോമയാണ് ബെസ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ ദി അട്രോപ്പിൻ യൂസ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് പ്രൊഡ്യൂസിങ് മിഡ്രിയാസിസ് വിത്തൗട്ട് സൈക്ലോപീജിയ, അട്രോപ്പിൻ, ഫിനലെഫ്രിൻ, ട്രോപ്പിക്കാമൈഡ്, ഹോമട്രോപ്പിൻ. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന മിഡ്രിയാറ്റിക് വിത്തൗട്ട് സൈക്ലോപീജിയ അല്ലേ. സൈക്ലോപീജിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോസ് ഓഫ് അക്കോമഡേഷൻ, അതായത് നമ്മുടെ കണ്ണിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടല്ലോ. അക്കോമഡേഷൻ നമ്മുടെ കണ്ണിൻ്റെ ഒരു പവറാണ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ, ദാറ്റ് ഇസ് അതാണ് നമ്മുടെ ദാറ്റ് ഇസ് അക്കോമഡേഷൻ. സോ നമ്മൾ ആ പവർ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സൈക്ലോപീജിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സൈക്ലോപീജിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന മേജർ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി കൊളിനർജിക്ക് തന്നെ വരുന്ന അട്രോപ്പിൻസ്, ട്രോപ്പിക്കാമൈഡ്, ഹോമട്രോപ്പിൻ, അതൊക്കെയാണ് വരിക. ഓക്കെ, സോ പക്ഷേ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനൈലെഫ്രിൻ അല്ലേ. ഫിനൈലെഫ്രിൻ നമ്മൾ സിമ്പതോമിമെട്രി മെഡിക്കേഷനാണ്. ഓക്കെ, സോ അത് നമ്മൾ ഗ്ലൂക്കോമ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ഫിനൈലെഫ്രിൻ. സോ നമ്മളിവിടെ ഡ്രഗ്സ് പ്രൊഡ്യൂസ് മിഡ്രിയാറ്റിക് ഏജൻ്റായിട്ട് കൊടുക്കുന്ന ഡ്രഗാണ്. സോ ഇതിൽ ഈ മിഡ്രിയാസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ് വിത്തൗട്ട് സൈക്ലോപീജിയ എന്ന് പറയുന്നത് ഫിനൈലെഫ്രിൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡ്രഗ് ഇൻക്രീസസ് GI മോട്ടിലിറ്റി, അട്രോപ്പിൻ, ബെത്തേൻകോൾ, ഇപ്രാട്രോപ്പിയം ആൻഡ് സ്കോപ്പലമിൻ. സോ GI മോട്ടിലിറ്റി കൂട്ടുന്ന ഡ്രഗ് തന്നിരിക്കുന്നതിൽ ഏതാണ്, ബെത്തേൻകോൾ ആണ്. നമ്മൾ പറഞ്ഞു ഇത്തിരി മുന്നേ പാരലറ്റിക് ഇലിയസ് അല്ലെങ്കിൽ ആ ഒരു കേസിലൊക്കെ നമുക്ക് കൊടുക്കാം അല്ലേ, യൂറിനറി റിട്ടൻഷനിലൊക്കെ കൊടുക്കുന്ന മെഡിസിനാണ് ബെത്തേൻകോൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്, ഡ്രഗ് കോസിങ് മോഷൻ സിക്നസ് റിലീഫ്, അട്രോപ്പിൻ, സ്കോപ്പലാമിൻ, പൈലോകാർപ്പിൻ ആൻഡ് ഫൈസോസ്റ്റിഗ്മിൻ. ഇതിന് ആൻസർ എന്താണ് വരിക, ദാറ്റ് ഈസ് സ്കോപ്പലാമിൻ അല്ലേ. സ്കോപ്പലാമിനെ എന്താണ് നമ്മൾ ഹയോസിൻ എന്ന് പറയുന്നത് കേട്ടോ. സോ മോഷൻ സിക്നസ്സിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, മൈസ്തീന ഗ്രാവിസ് ഈസ് ട്രീറ്റഡ് ക്രോണിക്കലി വിത്ത്. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ചോദിച്ചിരിക്കുന്നതാണ് ട്രീറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ. ഓക്കെ, സോ നമ്മൾ ഇത്തിരി മുന്നേ പറഞ്ഞ് ഡയഗ്നോസ് ചെയ്ത ഏതാണെന്നല്ലേ, ഇത് ട്രീറ്റഡ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ചിലപ്പോൾ ഡിഫറൻസ് വരാം, അപ്പോൾ നോക്കിയിട്ട് തന്നെ നമ്മൾ ആൻസർ ചെയ്യണം കേട്ടോ. സോ എഡ്രോഫോണിയം, നിയോസ്റ്റിഗ്മിൻ, ഫൈസോസ്റ്റിഗ്മിൻ, അട്രോപ്പിൻ. സോ ഇതിൽ നമുക്ക് എഡ്രോഫോണിയം ചൂസ് ചെയ്യരുത്, കാരണം ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നിയോസ്റ്റിഗ്മിൻ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ പിരിഡോസ്റ്റിഗ്മിൻ ഉണ്ട്, ആംബിനോണിയം ഉണ്ട്. ഓക്കെ, ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിരിഡോസ്റ്റിഗ്മിനൊക്കെ വരിക. കുറച്ചുകൂടെയും ഹാഫ് ലൈഫ് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനൊക്കെ കൂടുതലാണ് നിയോസ്റ്റിഗ്മിനെ അപേക്ഷിച്ചിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോസസ് ഡ്രൈ മൗത്ത്, ബ്ലഡ് വിഷൻ, ടാക്കിക്കാർഡിയ, ബെത്തേൻകോൾ, സ്കോപ്പലമിൻ, ഓർഗാനോഫോസ്ഫേറ്റ്, പൈലോകാർപ്പിൻ. സോ ഇതൊക്കെ ആൻറ്റികൊളർജിക്കിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലേ, ഡ്രൈ മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ, ടാക്കിക്കാർഡിയ, ബ്ലഡ് വിഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഇതിൽ ഏതാണ് ആൻറ്റികൊളർജിക് മെഡിസിൻ വരുന്നത്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, സ്കോപ്പലാമിൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, റിസപ്റ്റേഴ്സ് ബ്ലോക്ക്ഡ് ബൈ അട്രോപ്പിൻ, നിക്കോട്ടിനിക്, മസ്കാർനിക്, ഡോപ്പമിൻ, ആൽഫ. സോ അട്രോപ്പിൻ ബ്ലോക്ക് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഏതാണ് വരിക, മസ്കാർനിക് റിസപ്റ്റേഴ്സ് ആണ് കേട്ടോ. മസ്കാർനിക് റിസപ്റ്റേഴ്സ് ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡ്രഗ് ഫോർ ദി ഓവർ ആക്റ്റീവ് ബ്ലാഡർ, ഓക്സിബ്യൂട്ടൈനിൻ, ബെത്തേൻകോൾ, നിയോസ്റ്റിഗ്മിൻ, പൈലോകാർപ്പിൻ. സോ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഡ്രഗാണ് യൂസ് ചെയ്യുന്നത്, ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പഠിച്ചില്ലേ വെസിക്കോ സെലക്റ്റീവ് മെഡിക്കേഷൻസ് ഉണ്ട് അല്ലേ, ആ ഡ്രഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻറ്റികൊളർജിക്ക് തന്നെ വരുന്ന ക്ലാസിഫിക്കേഷനുള്ള ഡ്രഗാണ്. ഓക്സിബ്യൂട്ടൈനിൻ ഉണ്ട്, ഫ്ലവോക്സേറ്റ് ഉണ്ട്, പിന്നെ എന്താണ് സോളിഫെനാസിൻ, ഡാരിഫെനാസിൻ അല്ലേ, ടോൾടെറോഡിൻ, അങ്ങനത്തെ ഡ്രഗ്സൊക്കെയാണ് വരുന്നത് അല്ലേ. സോ ആ ക്ലാസിഫിക്കേഷനുള്ള ഡ്രഗ് തന്നെയാണ് വരുന്നത്. അതിൽ ഏതാണ് വരുന്നത്, ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്, ഓപ്ഷൻ എ ആണ് വരുന്നത്, ദാറ്റ് ഇസ് ഓക്സിബ്യൂട്ടൈനിൻ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എന്താണ്, കൊളിനർജി മെഡിക്കേഷൻ ആണല്ലോ, അത് ഓവർ ആക്റ്റീവ് ബ്ലാഡർ നമ്മൾ കൊടുക്കില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ ദി പെപ്റ്റിക് അൾസർ ഡിസീസസ് ഏതൊക്കെയാണ്, ബെത്തേൻകോൾ, ഡൈസൈക്ലോമിൻ, അട്രോപ്പിൻ, പ്രാലഡോക്സിൻ. സോ ഇതിൽ ഏതൊക്കെ ഇതാണ് കോൺട്രാൻഡിക്കേറ്റഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക, അട്രോപ്പിൻ ആൻറ്റികൊളർജിക് ആണ്, പ്രാലഡോക്സിൻ ഉണ്ട് കൊളർജിക് ആണ്, ഡൈസൈക്ലോമിൻ ഉണ്ട്, ബെത്തേൻകോൾ ഉണ്ട്. സോ ഇതിൽ ഇത് നമ്മൾ എന്താണ് OP പോയിസണിങ് ഉപയോഗിക്കുന്നതാണ് പ്രാലഡോക്സിൻ കേട്ടോ. കൊളർജിക് അല്ല, OP പോയിസണിങ് നമ്മൾ കൊടുക്കുന്ന ആൻറ്റിഡോട്ടാണ് പ്രാലഡോക്സിൻ എന്ന് പറയുന്നത്. അട്രോപ്പിനും അതെ ആൻറ്റിഡോട്ടാണ്, ബട്ട് ആൻറ്റികൊളർജി മെഡിക്കേഷൻ കൂടിയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. കാരണം എന്താ, നമുക്കറിയാം നമ്മൾ കൊളിനർജി മെഡിക്കേഷൻ എന്ത് ചെയ്യും, ഈ കൊളിനർജിക് ഡ്രഗ്സ് എല്ലാം തന്നെ ഇൻക്രീസ് ദ ഗ്യാസ്ട്രിക് ആസിഡ് അല്ലേ, ഗ്യാസ്ട്രിക് ആസിഡ് കൂട്ടുകയും ചെയ്യും. അതിൽ പെപ്റ്റിക് അൾസർ ഉണ്ടാക്കാൻ അത് ആ ഒരു കേസിൽ എന്താണ് ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഉണ്ടാവാൻ വേണ്ടി പെപ്റ്റിക് അൾസറിൽ. സോ അതുകൊണ്ട് കൊളിനർജി മെഡിക്കേഷൻസിൽ വരുന്നവരെല്ലാം കോളിൻ എസ്റ്റേഴ്സ് എല്ലാം തന്നെ എന്താണ് പെപ്റ്റിക് അൾസറിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് മെഡിക്കേഷൻ ആയിരിക്കും. ഓക്കെ, സോ ബെത്തേൻകോൾ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Pralidoxim act by blocking muscarinic receptors, regenerating cholinesterase, blocking nicotinic receptors, acting as muscarinic agonist. ഓക്കെ, സോ പ്രാലിഡോക്സിം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, റീജനറേറ്റിംഗ് ദി കൊളിനെസ്റ്ററേസ്. അറിയാലോ, പ്രാലിഡോക്സിം ഒബിഡോക്സിം എന്നുള്ള ക്ലാസിഫിക്കേഷൻസ് ഓക്സിം കാറ്റഗറിയാണ്. ഗിവൺ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഏതിനാണ്? OP പോയിസണിങ്ങിൽ കൊടുക്കുന്നതാണ്, ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ്ങിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് for elapid venom, the drug effectively used in the hospital management is മഹാരാഷ്ട്ര PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ എലാപ്പിഡ് വെനത്തിൽ ഉപയോഗിക്കുന്ന നിയോസ്റ്റിമിൻ, മിഥൈൽഡോപ്പ, ഡോംബ്രിഡോൺ, കഫീൻ. സോ ഇതിൽ ആൻസർ ഏതാണ് വരിക? ദാറ്റ് ഈസ് നിയോസ്റ്റിമിൻ. നമ്മൾ പറഞ്ഞു കോബ്രബൈറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും നിയോസ്റ്റിമിൻ. ഓക്കെ, സോ ആൻറ്റികൊളർജി മെഡിക്കേഷൻ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് വരുന്നത് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഈസ് എ അറൈൽ ഫോസ്ഫേറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനോഫോസ്ഫേറ്റ്? മാലത്തിയോൺ, പാരത്തിയോൺ, ഡെമിത്തോൺ, സൾഫോടെപ്പ്. സോ ഇതിൽ ഏതാണ് തന്നിരിക്കുന്നതിൽ അറൈൽ ഫോസ്ഫേറ്റ് ടൈപ്പുള്ള ഓർഗാനോഫോസ്ഫേറ്റ്? ഓക്കെ, ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പാരത്തിയോൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലൂക്കോമ? പൈലോകാർപ്പിൻ, അസറ്റൈൽ കൊളൈൻ, നിയോസ്റ്റിക്മിൻ, അട്രോപ്പിൻ. ഓപ്ഷൻ എ ആണ് വരുന്ന കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് പൈലോകാർപ്പിൻ. മയോട്ടിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദി അനഫിലാറ്റിക് ഷോക്ക്. അഡ്രനർജി മെഡിക്കേഷനിലേക്കോട് വരും കേട്ടോ. RRB ഫാർമസിസ്റ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡോപ്പമിൻ ഉണ്ട്, എപ്പിനെഫ്രിൻ ഉണ്ട്, ഡോബ്യൂട്ടാമിൻ ഉണ്ട്, ഫിനൈലെഫ്രിൻ ഉണ്ട്. സോ അനഫിലാറ്റിക് ഷോക്കിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഏതാണ്? ദാറ്റ് ഈസ് ഏതാണ്? എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിനാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അനഫിലാറ്റിക് ഷോക്കിൽ ഏത് റൂട്ട് വഴിയാണ് കൊടുക്കുന്നത്? ഇൻട്രാ മസ്കുലാർ റൂട്ടിലാണ് ഡ്രഗ് കൊടുക്കുന്നത്. ആ സമയത്ത് ഈ അഡ്രിനാലിൻ നമ്മൾ ആസ്മയിലാണ് യൂസ് ചെയ്യണമെങ്കിൽ, ബ്രോങ്കിൽ ആസ്മയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സബ്ക്യൂട്ടേനിയസ് റൂട്ടിലാണ് ആസ്മയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ കാർഡിയക് അറസ്റ്റ് ഉള്ള ഒരാൾക്കാണ് നമ്മൾ ഈ ഡ്രഗ് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ദാറ്റ് ഈസ് IV ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ കാര്യങ്ങളും നിങ്ങൾ ക്ലാസിഫിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പ്യുവർ α1 അഗോണിസ്റ്റ്. എയിംസ് ഫാർമസിസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. എപ്പിനെഫ്രിൻ, ഫിനൈലെഫ്രിൻ, ഡോപ്പമിൻ, ഐസോപ്രോട്ടനോൾ. സോ പ്യുവർ α1 അഗോണിസ്റ്റ് ഏതാണ് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ? ഫിനൈലെഫ്രിൻ അല്ലേ, പ്യുവർ α1 അഗോണിസ്റ്റ് ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കും, അതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പ്യുവർ α1 ഏതാണ്? ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ മിക്സഡ് ആക്റ്റീവ് മെഡിക്കേഷൻ ആണ് അല്ലേ. ഐസോപ്രോട്ടനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? β1 β2 അഗോണിസ്റ്റ് ആണ്. എപ്പിനെഫ്രിൻ എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സിലും ആക്ട് ചെയ്യുന്നതാണ് അല്ലേ. അതുപോലെ ഫിനൈലെഫ്രിൻ്റെ യൂസസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോകാം കേട്ടോ. ഫിനൈലെഫ്രിൻ ഒരു യൂസ് അല്ല, ഒത്തിരി യൂസസ് ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് പോകാം. ഈ പറഞ്ഞ പോലെ വാസോപ്രസറായിട്ട്, കാരണം α1 അഗോണിസ്റ്റ് അല്ലേ, സോ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുമല്ലോ. സോ വാസോ പ്രസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നേസൽ ഡീകൺജസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അങ്ങനെ ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാ നേസൽ ഡീകൺജസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ മിഡ്രാറ്റിക് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അലർജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ ഫിനൈലെഫ്രിൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സെലക്റ്റീവ് β2 അഗോണിസ്റ്റ് യൂസ്ഡ് ഇൻ ദി അക്യൂട്ട് ആസ്മ. സാൽബ്യൂട്ടാമോൾ, ഡോബ്യൂട്ടാമിൻ, എഫിഡ്രിൻ, ക്ലോണിഡിൻ. വളരെ ഈസി ക്വസ്റ്റൻ ആണ് വെച്ചിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും, സാൽബ്യൂട്ടാമോൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ അക്യൂട്ട് കാർഡിയാക് ഫെയിലിയർ. ജിപ്മറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഐസോപ്രോട്ടനോൾ, ഡോബ്യൂട്ടാമിൻ, ഫിനൈലെഫ്രിൻ, എഫിഡ്രിൻ. സോ അക്യൂട്ട് കാർഡിയാക് ഫെയിലിയറിലുള്ള ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആട്ടോ. ഡോബ്യൂട്ടാമിൻ ആണ് നമ്മൾ കാർഡിയോജനിക് ഷോക്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡ്രഗും ഡോബ്യൂട്ടാമിൻ തന്നെയാണ്, കാർഡിയോജനിക് ഷോക്ക്. ഓക്കെ, അതുപോലെ CHF കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ വരുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഈ പറയുന്ന ഡോബ്യൂട്ടാമിൻ തന്നെയാണ്. ഓക്കെ, കാരണം സെലക്റ്റീവ് ആയിട്ടുള്ള β1 അഗോണിസ്റ്റ് ആണ് ഈ ഡ്രഗ്, അതുകൊണ്ടാണ് അങ്ങനെ നമുക്കൊരു ആക്ഷൻ വരുന്നത്. കറക്റ്റായിട്ട് നമുക്ക് ഹാർട്ടിൽ ആക്ഷൻ കിട്ടും, കാർഡിയോ ഔട്ട്പുട്ട് കൂടുകയും ചെയ്യും. ഓക്കെ, ഡ്രഗ് കോസിങ് റിഫ്ലക്സ് ബ്രാഡികാർഡിയ. ഫിനൈലെഫ്രിൻ, ഐസോപ്രോട്ടനോൾ, സാൽബ്യൂട്ടാമോൾ, ടെർബൂട്ടാലിൻ. സോ ഇവിടെ റിഫ്ലക്സ് ബ്രാഡികാർഡിയ ഉണ്ടാവുന്നത് ഏത് ഡ്രഗ് വരുമ്പോഴാണ്? ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് ഫിനൈലെഫ്രിൻ. കാരണം ഫിനൈലെഫ്രിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു α1 അഗോണിസ്റ്റ് ആണല്ലേ ഈ ഡ്രഗ്. അപ്പോൾ ഈ ഡ്രഗ് എന്ത് ചെയ്യും? വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ BP എന്ത് ചെയ്യും? BP കൂടും. ഈ BP കൂടുമ്പോൾ ബാരോ റിസപ്റ്റർ റിഫ്ലക്സ് ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? റിഫ്ലക്സ് ബ്രാഡികാർഡിയ നമുക്ക് ഉണ്ടാവും. ഓക്കെ, റിഫ്ലക്സ് ബ്രാഡികാർഡിയ നമുക്ക് ഉണ്ടാവും.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് ഏതാണ്? നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്. നോൺ സെലക്റ്റീവ് ഏതാണ്, സെലക്റ്റീവ് ബ്ലോക്കേഴ്സ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചത്. ഓക്കെ, സോ ഇത് നോൺ സെലക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറ്റിൻലോളുണ്ട്, മെറ്റപ്രലോളുണ്ട്, പ്രൊപ്പനോളുണ്ട്, ബിസപ്രലോളുണ്ട്. സോ തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ സെലക്റ്റീവ് വരിക? ഓപ്ഷൻ സി ആണല്ലേ, നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുന്നതിന് നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് ഓർത്ത് വെച്ചാൽ നമുക്ക് നോൺ സെലക്റ്റീവ് വേഗം കിട്ടും. അപ്പോൾ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് ഓർക്കാൻ വേണ്ടി, അതായത് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ 2 ടൈപ്പ് ഉണ്ട്. അതിന് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കി അറിയാം. ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, അതിൽ തന്നെ നോൺ സെലക്റ്റീവ് ബ്ലോക്കേഴ്സ് ഉണ്ട്. സെക്കൻഡ് ജനറേഷൻ ഉണ്ട്, അതിൽ β1 സെലക്റ്റീവ് ബ്ലോക്കേഴ്സ് ആയിരിക്കും അല്ലേ. തേർഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ക്ലാസിഫിക്കേഷനും ഉണ്ട്, വേറെ ടൈപ്പും ഉണ്ട്. അതായത് ബീറ്റ ബ്ലോക്കേഴ്സ് വിത്ത് അഡീഷണൽ വാസോഡൈലേറ്ററി എഫക്റ്റ് ഉള്ളത്. ഓക്കെ, അതിൽ നോൺ സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഉണ്ട് അല്ലേ. അതല്ല ഞാൻ പറഞ്ഞത് സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സ് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കോഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ബീം എന്ന് ഓർക്കുക. BE നമ്മൾ A എന്നുള്ള 2 പ്രാവശ്യം എഴുതണം കേട്ടോ ഇതിൽ, ഓർക്കുക ബീം. ഓക്കെ, സോ B എന്ന് പറഞ്ഞാൽ എന്താണ്? B ഫോർ ബിസോപ്രലോൾ. ഓക്കെ, B ഫോർ ബിസോപ്രലോൾ ഓർക്കുക. E ഫോർ എസ്മെലോൾ ഓർക്കുക. A ഫോർ അറ്റിലോൾ. പിന്നെ ഒരു ഉണ്ടല്ലോ, A ഫോർ അസിബ്യൂട്ടലോൾ, M ഫോർ മെറ്റപ്രലോൾ. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ കണ്ടോ, അറ്റിലോളുണ്ട്, മെറ്റപ്രലോളുണ്ട്, ബിസപ്രലോളുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്താണ് സെക്കൻഡ് ജനറേഷൻ്റെ ഒരു കോഡാട്ടോ ഞാൻ പറഞ്ഞു തന്നെ, മാറിപ്പോകേണ്ട. സെക്കൻഡ് ജനറേഷനാണ് പറഞ്ഞത്. അത് എന്താണ് സെലക്റ്റീവ് β1 സെലക്റ്റീവ് ഡ്രഗ് ആയിരിക്കും സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിൽ പറഞ്ഞൊരു കോഡാട്ടോ അത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ഹൈപ്പർടെൻസീവ് എമർജൻസി ഇൻ പ്രഗ്നൻസി. ഹൈപ്പർടെൻസീവ് എമർജൻസി ഇൻ പ്രഗ്നൻസി. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ലെബറ്റിലോൾ, നാറ്റിനിലോൾ, എഫിഡ്രിൻ, എസ്മെലോൾ. ഹൈപ്പർടെൻസീവ് എമർജൻസി നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് അല്ലെങ്കിൽ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ലെബറ്റിലോൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലോങ് ആക്ടിംഗ് β2 അഗോണിസ്റ്റ് യൂസ്ഡ് ഇൻ COPD മെയിൻ്റെനൻസ്. സാൽബ്യൂട്ടാമോൾ, സാൽമെട്രോൾ, ഐസോപ്രോട്ടിനോൾ, ഫിനൈലെഫ്രിൻ. സോ β2 അഗോണിസ്റ്റ് അല്ല, അത് മാത്രമല്ല ചോദിച്ചത്, ലോങ് ആക്ടിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് സാൽമെട്രോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ക്ലോണിഡിൻ ആക്ടസ് പ്രൈമർലി ഓൺ α1 റിസപ്റ്റേഴ്സ്, α2 റിസപ്റ്റേഴ്സ്, β1, β2 റിസപ്റ്റേഴ്സ്. സോ ക്ലോണിഡിൻ ഏതാണ്? സെൻട്രൽ α2 അഗോണിസ്റ്റ് ആണ് കേട്ടോ ക്ലോണിഡിൻ. സോ അതിൻ്റെ α2 റിസപ്റ്റേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ക്ലോണിഡിൻ ഇപ്പോൾ ചോദിക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ ടിസാനിഡിൻ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ടൈപ്പ് ഓഫ് അഗോണിസ്റ്റ് ആണ്? അതിൻ്റെ ക്ലാസ് ഏതാണ്? ടിസാനിഡിൻ. ഇത് നിങ്ങൾ താഴെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എഫിഡ്രിൻ ക്ലാസിഫിക്കേഷൻ: ഡയറക്റ്റ് ആക്ടിംഗ്, ഇൻഡയറക്റ്റ് ആക്ടിംഗ് അഗോണിസ്റ്റ്, മിക്സഡ് ആക്ടിംഗ് അഗോണിസ്റ്റ്, പ്യുവർ β2 അഗോണിസ്റ്റ്. സോ എഫിഡ്രിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതാ വരുന്നത്? മിക്സഡ് ആക്ടിംഗ് അഗോണിസ്റ്റ് ആണ് അല്ലേ. സോ അതുപോലെ തന്നെ എഫിഡ്രിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് വേറെ കുറച്ച് ഡ്രഗ്സും കൂടി നമ്മൾ മിക്സഡ് ആക്ടിംഗ് അഗോണിസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഏതൊക്കെ ഡ്രഗ്സ് ആണ് വരുന്നത് മിക്സഡ് ആക്ടിങ്ങിൽ വരുന്നത്? ഡോപ്പമിൻ, അതുപോലെ തന്നെ മെഫെൻറ്റെർമിൻ. അതുകൂടി ഓർത്ത് വയ്ക്കുക. ഇതുകൊണ്ട് മിക്സഡ് ആക്റ്റീവ് മെഡിക്കേഷൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ബ്രോങ്കോ ഡയലേഷൻ ഈസ് കോസ്ഡ് ബൈ പ്രൊപ്പനോൾ, സാൽബ്യൂട്ടാമോൾ, അറ്റിനോൾ, ക്ലോണിഡിൻ. സോ ബ്രോങ്കോ ഡയലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഡ്രഗാണ്? ദാറ്റ് ഈസ് സാൽബ്യൂട്ടാമോൾ. ആ സെയിം ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെ വരുന്നത്? സാൽമെട്രോൾ ഉണ്ട്, ടെർബ്യൂട്ടാലിൻ ഉണ്ട്, ഫോർമെട്രോൾ ഉണ്ട് അല്ലേ. ഈ സാൽബ്യൂട്ടാമോളിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽബ്യൂട്രോൾ. ഇനി അങ്ങനെ ഒരു ഓപ്ഷനിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇപ്പോൾ ആൽബ്യൂട്രോൾ എന്നാണ് ചോദിച്ചെങ്കിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ആൽബ്യൂട്ടെറോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സാൽബ്യൂട്ടാമോൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രഗ് ഇംപ്രൂവിങ് യൂറിനറി സ്പിഞ്ചർ ടോൺ: ഫിനൈലെഫ്രിൻ, ടെർബ്യൂട്ടാലിൻ, ഐസോപ്രോട്ടിനോൾ, ഫെൻഡോലാമിൻ. സോ യൂറിനറി സ്പിഞ്ചർ ടോൺ കൂട്ടുന്ന ഡ്രഗ് ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ്, ഫിനൈലെഫ്രിൻ ആണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ഇറ്റ് ഈസ് എൻ α1 അഗോണിസ്റ്റ് അല്ലേ. α1 അഗോണിസ്റ്റിൻ്റെ ഓരോ റിസപ്റ്റേഴ്സും α1, α2 അതിൻ്റെയൊക്കെ നമ്മൾ ഓരോ ആക്ഷൻസ് പഠിക്കാണ്ട് അല്ലേ. അതിൽ α1ൻ്റെ ആക്ഷനാണ് ഈ പറഞ്ഞ യൂറിനറി സ്പിഞ്ചർ ടോണൊക്കെ കൂട്ടുക എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ബേസിലാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. പ്രസോസിൻ യൂസ്ഡ് ഇൻ ഹൈപ്പർ ടെൻഷൻ, ഗ്ലൂക്കോമ, കാർഡിയക് അറസ്റ്റ്, ആസ്മ. സോ പ്രസോസിൻ നമ്മളിതിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? α1 ബ്ലോക്കറാണ്. ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ഡോസ് ഹൈപ്പർ ടെൻഷൻ ഈസ് മോസ്റ്റ് കോമൺലി സീൻ വിത്ത് ഓക്കെ അറ്റിനോൾ, പ്രസോസിൻ, പ്രപ്പനോൾ ആൻഡ് ഡോപ്പമിൻ. സോ ഫസ്റ്റ് ഡോസ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത് ഏതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്? α1 ബ്ലോക്കറിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതിൽ ഏതാണ് α1 ബ്ലോക്കർ? പ്രസോസിൻ. ഓക്കെ, അടുത്തെന്താണ്?
Esmolol is long-acting beta-1 blocker, ultra-short-acting beta-1 blocker, non-selective beta blocker, alpha plus beta blocker. സോ ഇത് തന്നിരിക്കുന്നതിൽ നമ്മുടെ ബീറ്റ-1 ബ്ലോക്കറാണ് എസ്മലോൾ. ഇപ്പോൾ പറഞ്ഞു, നമ്മൾ കോഡ് വെച്ചൊക്കെ പഠിച്ചു. സോ ഇത് അൾട്രാ ഷോർട്ട് ആക്ടിങ് എന്ന് പറയുന്നത്, കാരണം ഇതിൻ്റെ ഹാഫ് ലൈഫ് വളരെ കുറവാണ്. എസ്മലോളിൻ്റെ 8 to 10 മിനിറ്റ്സേ ഉള്ളൂ. അൾട്രാ ഷോർട്ട് ആക്ടിങ് ബീറ്റ-1 ബ്ലോക്കറാണ് എസ്മലോൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Nebivolol is unique because causes bronchoconstriction, release nitric oxide, block alpha-2 receptors, is non-selective beta blocker. It is എന്നായിരിക്കും ഉദ്ദേശിച്ചത്, നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ്. ഓക്കെ, സോ നെബിവെലോൾ എന്ന് പറയുന്നത് നമുക്കറിയാം. നെബിവെലോൾ ഏതാണ്? റിലീസസ് നൈട്രിക് ഓക്സൈഡ് അല്ലേ? നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ബീറ്റ ബ്ലോക്കർ ആണോ നെബിവെലോൾ? അല്ല, സെലക്റ്റീവ് ആയിട്ടുള്ള ബീറ്റ-1 സെലക്റ്റീവ് ബ്ലോക്കേഴ്സാണ് നെബിവെലോൾ എന്ന് പറയുന്നത്. നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് നെബിവെലോൾ. ആൽഫ-2 തെറ്റാണ്. പിന്നെ കോസസ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ എന്നുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യൊഹിംബിൻ ഈസൻ. യൊഹിംബിൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? ആൽഫ-1 അഗോണിസ്റ്റ് ആണോ, ആൽഫ-2 ആൻറ്റഗോണിസ്റ്റ് ആണോ, ആൻഡ് ബീറ്റ-1 ആൻറ്റഗോണിസ്റ്റ് ആണോ, ബീറ്റ-2 അഗോണിസ്റ്റ് ആണോ? യൊഹിംബിൻ എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ആൽഫ-2 ആൻറ്റഗോണിസ്റ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രഗ് യൂസ്ഡ് പ്രീ ഓപ്പറേറ്റീവ്ലി ഇൻ ദ ഫിയോക്രോമോസൈറ്റോമ. ഫിയോക്രോമോസൈറ്റോമ എന്ന് അറിയാലോ, ഒരു ട്യൂമറാണ് അഡ്രിനൽ ഗ്ലാൻഡിൽ വരുന്നത്. അതുവഴി എന്ത് സംഭവിക്കുന്നത്? ഇൻക്രീസ് ദ ലെവൽ ഓഫ് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ ഇൻ ദ ബോഡി. ഓക്കെ, സോ അതിന് ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ്, അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ് വിച്ച് യൂസ് ചെയ്യുന്ന ഏതാണ്? പ്രൊപ്പനോളാണോ, ഫിനോക്സി ബെൻസമിൻ ആണോ, അറ്റിനോളാണോ, എഫിഡ്രിൻ ആണോ? സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വരുന്നത്? ഫിനോക്സി ബെൻസമിൻ ആണ് കേട്ടോ. ആൽഫ ബ്ലോക്കറാണ് ഫിനോക്സി. ഇറിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് ആൽഫ ബ്ലോക്കർ നമുക്ക് പറയേണ്ടി വരും. അതാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ദ കേസ് ഓഫ് ഫിയോക്രോമോസൈറ്റോമ. ഓക്കെ, സോ ആ ഫിയോക്രോമോസൈറ്റോമിൽ നമ്മൾ വേറെയും കുറച്ച് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ എന്താണ്, നമുക്ക് ഈ പറഞ്ഞ എന്താണ് ബീറ്റ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഡ്രഗ് ഓഫ് ചോയ്സ് നമ്മൾ പ്രീ ഓപ്പറേറ്റീവിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഫിയോക്രോമോസൈറ്റോമ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ബീറ്റ ബ്ലോക്കേഴ്സ് പ്രൊപ്പനോൾ കൊടുക്കാൻ സാധിക്കും കേട്ടോ. മെത്തൈറോസിനുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബീറ്റ ബ്ലോക്കേഴ്സ് നമുക്ക് കൊടുക്കാം. പക്ഷേ ഓക്കെ, ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ഇതിൽ പ്രൊപ്പനോൾ ഓപ്ഷനിൽ വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റിൻ്റെ. പക്ഷേ നമ്മൾ പ്രീ ഓപ്പറേറ്റീവ്ലി നമ്മൾ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഫിയോക്രോമോസൈറ്റോമിൽ വരുന്നത് ഫിനോക്സി ബെൻസമിനാണ്. സോ അതാണ് ആ ഓപ്ഷൻ അത്രയും കുറച്ച് എടുക്കുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ മെത്തൈറോസിനും ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ഡ്രഗ് ഇൻക്രീസിങ് കാർഡിയോ ഔട്ട്പുട്ട് വിത്തൗട്ട് മച്ച് ഇൻക്രീസിങ് BP. ഐസോപ്രോട്ടിനോൾ, ഡോബുട്ടാമൈൻ, ഫിനൈലെഫ്രിൻ, പ്രൊപ്പനോൾ. സോ കാർഡിയോ ഔട്ട്പുട്ട് കൂട്ടുന്ന ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വിത്തൗട്ട് മച്ച് ഇൻക്രീസ് ഇൻ BP. ഓക്കെ, ദ ഡ്രഗ് ഏതാണ്? ദാറ്റ് ഇസ് ഡോബുട്ടാമൈൻ. ഓക്കെ, ബിക്കോസ് സെലക്റ്റീവ് ആക്ഷനാണ് ബീറ്റ-1 സെലക്റ്റീവ് ആക്ഷനാണ് ഡോബുട്ടാമൈൻ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. മോസ്റ്റ് പൊട്ടൻറ്റ് കാർഡിയക് സ്റ്റിമുലൻറ്റ് ഓഫ് ദ ഫോളോയിങ്: അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, എഫിഡ്രിൻ ആൻഡ് സാൽബുട്ടാമോൾ. സോ ഇതിൽ ഏറ്റവും പൊട്ടൻറ്റ് കാർഡിയക് സ്റ്റിമുലൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് അഡ്രിനാലിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഇസ് നോട്ട് ആൻ എൻഡോജീനസ് കാറ്റജോളാമൈൻസ്? ഐസോപ്രനാലിൻ, ഡോപ്പമിൻ, അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ. സോ ഇതിൽ ഏതാണ് എൻഡോജീനസ് കാറ്റജോളാമൈൻ അല്ലാത്തത് അല്ലേ? സോ അതേതാണ് ആൻസർ? ഐസോപ്രനാലിൻ. ഇത് മൂന്നും എന്താണ്? നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ്റജോളാമൈൻസ് ആണ് ഡോപ്പമിൻ, അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടെർഷ്യറി അമീൻ? അട്രോപ്പിൻ, ഹയോസിൻ, ഗ്ലൈക്കോപൈറുലേറ്റ്, ഫൈസോസ്റ്റിഗ്മിൻ. സോ ഇതിന് ആൻസർ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ടെർഷ്യറി അമീൻസ്, ഏതൊക്കെയാണ് ക്വാർഡിനറി അമീൻസ് എന്ന്. സോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിന് ആൻസർ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഒരു കുറച്ച് പോയിൻറ്റോടെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഈ ബീറ്റ ബ്ലോക്കേഴ്സ് നിങ്ങൾ എല്ലാത്തിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും നിങ്ങളെല്ലാം പഠിക്കണം കേട്ടോ. ഇതിൻ്റെ എല്ലാം ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ബാക്കിയുള്ള സൈഡ് എഫക്റ്റുകളും ബീറ്റ ബ്ലോക്കേഴ്സിൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ആൽഫ ബ്ലോക്കറിൻ്റെ അതുപോലെ ഫസ്റ്റ് ഡോസ് ഫിനോമിനൻ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നിങ്ങൾ അതിലെല്ലാം തന്നെ അത് പഠിക്കണം. ഞാനിതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ സുപ്രാ വെൻട്രിക്കുലർ അരിത്മിയ വരുന്നൊരു കേസിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ബീറ്റ ബ്ലോക്കേഴ്സ് ഏതാണ്? എസ്മലോളാണ്. ഓക്കെ, സോ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് എന്ന് ഇപ്പോൾ പറഞ്ഞു. അതാണ് നമ്മൾ അരിത്മിയയിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയബറ്റീസ് ഉള്ള ഒരാൾക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് മെറ്റോപ്രലോൾ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ സെലിപ്രലോൾ എന്ന് പറഞ്ഞ ഡ്രഗ് പഠിക്കാണ്ട് അല്ലേ? സെലിപ്രലോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന ഡ്രഗാണ്. അതാണ് നമ്മൾ ആസ്മയുള്ള ഒരു പേഷ്യൻറ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുക. കാരണം എന്താണെന്ന് അറിയാമോ? അത് ഈ പറഞ്ഞ ബീറ്റ-2 അഗോണിസ്റ്റും കൂടിയാണ് ഈ ഡ്രഗ്.
സോ നമുക്ക് ആസ്മയിൽ ബെറ്റർ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു ബ്രോങ്കോ ഡൈലേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, സെലിപ്രലോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നെബിവെലോൾ ഇപ്പോൾ പറഞ്ഞു നൈട്രിക് ഓക്സ് റിലീസ് ചെയ്യുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും ലോങ് ഹാഫ് ലൈഫ് ഉള്ള ബീറ്റാ ബ്ലോക്കർ ഓർത്ത് വെച്ചേക്കാം, നടലോൾ. ഓക്കെ, നടലോളാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഹാഫ് ലൈഫ് ഉള്ള ബീറ്റാ ബ്ലോക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ബയോഅവൈലബിലിറ്റി ഉള്ള ബീറ്റാ ബ്ലോക്കറാണ്, ദാറ്റ് ഈസ് പിൻഡലോൾ. എക്സ്ട്രാ ഞാൻ പോയിന്റുകളൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ആൻജൈനയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉള്ള ബീറ്റാ ബ്ലോക്കറാണ് അറ്റിൻലോൾ. ഓക്കെ, സോ ഇത്രയും പോയിന്റ് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവാം, ബട്ട് നിങ്ങൾ കേട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇൻ കേസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാർബഡിലോളും ഒക്കെ കാർബഡിലോളും ലെബറ്റലോളും നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ബീറ്റാ ബ്ലോക്കേഴ്സാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കാം കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും ആൻറ്റി പ്രൊലിഫറേറ്റീവ് ആക്ഷനുള്ള ഏത് ബീറ്റാ ബ്ലോക്കറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ പ്രൊട്ടക്റ്റീവ് ആക്ഷനുള്ള ബീറ്റാ ബ്ലോക്കർ ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് കാർബഡിലോൾ. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു ബീറ്റാ ബ്ലോക്കർ ഇൻ പ്രഗ്നൻസി ലെബറ്റലോൾ. ഓക്കെ, അതൊക്കെ ഓർത്ത് വയ്ക്കാം. അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ ഇനി കൂടുതൽ വീഡിയോസ് ഫാർമക്കോളജി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫാർമക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ചുകൂടി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.